പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ ചർച്ച നടക്കുമ്പോൾ മന്ത്രിയുടെ ഫോട്ടോ ഞാൻ മാധുവിന് അയച്ചു തരണോ? ഒരുപക്ഷെ പരസ്യമായി അത് പ്രദർശിപ്പിക്കുന്നതിൽ ചില മര്യാദ വെച്ച് പുലർത്തുകയാണ്. മന്ത്രി ചിരിച്ചുല്ലസിച്ച് ഐസിയുവിൽ നഴ്സുമാരുടെ ചിരിച്ച് സെൽഫി എടുക്കുന്ന ചിത്രം ഞാൻ മാധുവിന് അയച്ചു തരണമോ? ബ്യൂട്ടി പാർലർ ഇരിക്കുന്ന തമ്പുരാട്ടി നിന്റെ സ്കിൻ ഞാൻ ബാക്കി ഇവിടെ കേട്ടു. ഒന്ന് ആലോചിക്കുക, ഇത് സിസ്റ്റത്തിനെതിരായിട്ടുള്ള സമരമാണോ? ആരോഗ്യ മേഖലയിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് എതിരായിട്ടുള്ള സമരമാണോ? അല്ല, ഇത് വ്യക്തി അധിഷ്ഠിതമാണ്. വ്യക്തിയാണ് ഇവിടെ പ്രശ്നം. മുഹമ്മദ് ഷമാസ്, ഇന്നലെ ശരിയാണ്, അങ്ങ് റിപ്പോർട്ടറിന്റെ ചർച്ചയിലിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. അത് വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു. അവിടെ പോലീസ് പര്യാപ്തമായിട്ടുണ്ടായിരുന്നില്ല. അത് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള അക്രമ സംഭവം തന്നെയായിരുന്നു. അങ്ങ് തന്നെ ഇറങ്ങിപ്പോവുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തു. അംഗീകരിക്കാൻ കഴിയാത്തതാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടണം, ഇതൊന്നും രാഷ്ട്രീയമല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്നിരുന്നാൽ പോലും പക്ഷേ അങ്ങ് നടത്തിയ ഒരു പരാമർശമുണ്ട്, കെ സുധാകരന്റെ കുട്ടികൾ എന്ന്. ഇത് നോക്കൂ, ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സ്ത്രീവിരുദ്ധത എങ്ങനെയാണ് ഈ തലമുറയായിട്ട് പങ്കുവെച്ചു പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ 3 ആരോഗ്യമന്ത്രിമാർ, ഏറ്റവും അവസാനം വന്ന CPM-ൽ നിന്ന് വന്ന 3 ആരോഗ്യമന്ത്രിമാർ സ്ത്രീകളാണ്. 3 പേർക്കെതിരെയും അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോവിഡ് റാണി എന്നാണ് ഇതിന് തൊട്ട് മുൻപുള്ള ആരോഗ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത്. മാപ്പ് പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നത്തിങ് ഡൂയിങ് എന്നായിരുന്നു മറുപടി. ഓർമ്മയുണ്ടാകുമല്ലോ അല്ലെ? എങ്ങനെയാണ് ഈ തുടർച്ചയുണ്ടാകുന്നത് ഇത്ര ലജ്ജാവിഹീനമായി? അതിവിടെ ഞങ്ങളുടെയൊക്കെ വൈകാരിക സ്ഥാപനമാണ് ഈ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളെന്ന് പറയുന്നത്. ആ ഓഫീസ് ഉൾപ്പെടെ അടിച്ചു പൊളിക്കാൻ വരുന്ന ഈ തെമ്മാടി കൂട്ടങ്ങളോട് ഞങ്ങൾ ഈ പറഞ്ഞ ഗാന്ധിസം പ്രസംഗിച്ച് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ചമഞ്ഞ് പോകൂ എന്നുള്ള ധാരണ എന്നും ആർക്കും വേണ്ട. അതിന് കെ സുധാകരന്റെ കുട്ടികളെന്നല്ല, ഏത് ഉശിരുള്ള നേതാവിന്റെയും പിന്മുറക്കാരായി തന്നെ ഞങ്ങൾ അറിയപ്പെടും. ഞങ്ങൾ ആ രീതിയിൽ പ്രവർത്തിക്കുകയും പെരുമാറുകയും തന്നെ ചെയ്യും. അതിന് ഏതെങ്കിലും തരത്തിൽ ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവുമില്ല. ഞങ്ങൾ ഈ ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടത്തി ഈ പറഞ്ഞ SFI-കാരന്റെയും DYFI-കാരന്റെയും ഭീഷണികളെയും ഇവരുടെ അക്രമത്തേക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് അത്യാവശ്യം കയ്യൂക്കും കരുത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. നിരവധിയായ ചെറുപ്പക്കാർക്ക് ഈ പറഞ്ഞ കാബാലികളുടെ കലാരാർത്ഥങ്ങളാൽ ഈ പറഞ്ഞ രക്തം ചിന്തേണ്ടി വന്ന, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഷുഹൈബ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഏറ്റവും ഒടുവിൽ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അത്തരം രീതിയിലേക്ക് ചർച്ചയെ കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വിഷയം മന്ത്രി വീണ ജോർജിന്റെ നാടകമാണ്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള പ്രയാസം മന്ത്രി വീണ ജോർജിനെ നടിയെന്ന് ആക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു എന്നുള്ള രീതിയിലാണല്ലോ. ഇങ്ങനെ വളരെ കൃത്യമായി നിറഞ്ഞ് അഭിനയിക്കുന്ന ഒരാളെ പിന്നെ നടി എന്നല്ലാതെ പിന്നെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഒരു പിന്മാറലും അതിനകത്തില്ല. നന്നായി അഭിനയിക്കുന്നുണ്ട്, പരിക്കില്ല. താങ്കൾ പറഞ്ഞു അപലപിക്കുന്നില്ല. ഈ വിഷയത്തിൽ പരിക്കുണ്ടെങ്കിലല്ലേ അപലപിക്കേണ്ട വിഷയമുള്ളൂ. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെ അക്രമമുണ്ടായി, പരിക്കുണ്ടായി, കല്ല് ദേഹത്ത് പതിച്ച് ചോര പൊടിയുന്നത് ദൃക്സാക്ഷ്യമായി നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുമ്പോൾ അത് കാണുമ്പോൾ അതിനകത്ത് VS അച്യുതാനന്ദൻ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അപലപിച്ചു. സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരു അക്രമം ഇവിടെ നടന്നിട്ടില്ല. ഇത് നടന്നതൊരു തിരക്കഥയും കൃത്യമായ ആസൂത്രണവുമാണ്. അതിന്റെ പേരിൽ നടക്കുന്ന നാടകങ്ങളുടെ പേരിൽ ഞങ്ങൾ അങ്ങ് അപലപിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഇതിന്റെ എല്ലാം പിതൃത്വവും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇതിന്റെ പേരിൽ ഈ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് മുതൽ ഇന്ന് ഈ ജില്ലയിലെ ഡസൻ കണക്കിന് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസുകൾ നിരന്തരം അടിച്ചു പൊളിച്ച് തീയിട്ട് തകർത്ത് ഒരു കലാപ അന്തരീക്ഷം ഈ ജില്ലയിൽ സൃഷ്ടിച്ച് സംസ്ഥാനത്തുടനീളം അക്രമം അഴിച്ചുവിട്ട് ഇവിടുത്തെ ചില വെല്ലുവിളി മുദ്രാവാക്യങ്ങൾ ഒരു വശത്ത് ഉയർത്തി, കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ ഉൾപ്പെടെ തകർക്കുന്നതിന് ആരാ ഉത്തരവാദി? ആരാ അതിന് ആഹ്വാനം ചെയ്തത്? ഇതാ മന്ത്രി അങ്ങ് കൊല്ലാൻ പോകുന്നേ എന്ന് പറഞ്ഞ് പിന്നെ പത്രസമ്മേളനം നടത്തി അന്തിഗോവിന്ദ മാഷും ഇതാ മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരക്കഥ മെനഞ്ഞ സ്പീക്കർ AN ഷംസീറും ഈ തിരക്കഥയുടെ എല്ലാം അണിയറ ശില്പിയായി പ്രവർത്തിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യം പോലെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറെ പുകമറ സൃഷ്ടിച്ച് ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ അധിക്ഷേപിച്ച് കുറെ മുൻകാല നേതാക്കന്മാരുടെ ചരിത്രം ഈ പറഞ്ഞ ഇത് 5 വർഷം മുമ്പുണ്ടായിരുന്ന വീട്ടിലേക്കാണ് ഞങ്ങൾ മാർച്ച് നടത്തേണ്ടത്. ചരിത്രം മറച്ചു വെക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപമാനമുള്ളതാണ്. ഞാൻ പറയുന്ന ഓരോ ഘട്ടത്തിലും മാധു ഇടപെട്ട് സംസാരിച്ചു. അരുൺകുമാറിന് സംസാരിക്കുന്ന അവസരം ഒരുക്കി കൊടുത്തു. അരുൺകുമാർ പറഞ്ഞല്ലോ 5 വർഷത്തിനിടയിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ KK ശൈലജ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ വീട്ടിലേക്കാണോ ഞങ്ങൾ ഈ വിഷയം ഉയർത്തി പ്രതിഷേധം നടത്തേണ്ടത്? നിലവിലുള്ള സിസ്റ്റത്തിനെതിരെയല്ലേ? ഈ സിസ്റ്റം മുഴുവൻ പരാജയമല്ലേ? എവിടെ ആശുപത്രിയുടെ കെട്ടിടം തകർന്ന് വീണ് ഈ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? എവിടെയാണ് ഈ പറഞ്ഞ ഇത്രയും ദിവസങ്ങളായി ഡോക്ടർമാർ സമരം ചെയ്യുന്നത്? ഇതെല്ലാം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ? ഇതൊന്നും കാണാതെ ഇതിനോടൊക്കെ മുഖം തിരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയോ? അവിടെ KSU എവിടെ, യൂത്ത് കോൺഗ്രസ് എവിടെ, കോൺഗ്രസ് എവിടെ എന്നൊക്കെ രീതിയിൽ ഇവിടെ ആരാണ് സമരം ചെയ്യേണ്ടത്, ഏത് വിഷയമാണ് ഏറ്റെടുക്കേണ്ട രീതിയിലേക്ക് തരംതിരിച്ച് കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയോ? എന്ത് തോന്നിയവാസത്തിനും
കൂട്ടുപിടിക്കുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ അരുൺകുമാറിനെ പോലുള്ള ആളുകൾ മാറരുത്. മന്ത്രിയുടെ ഭാഗത്ത് ഇത്രയും ദിവസമായല്ലോ. അതായത് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടായി എന്ന് കോൺഗ്രസ് പറയുന്ന കോട്ടങ്ങൾ ഉയർത്തി പറയാനുള്ള നിങ്ങളുടെ വേദി നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ ഈ വകതിരിവില്ലാത്ത മുൻകൂർ ആലോചനയില്ലാത്ത തരത്തിലുള്ള പ്രതികരണമാണ്. നാടൊട്ടും കാട്ടിക്കിട്ടിയിരിക്കുന്ന സമയത്ത് വിമാനത്താവളത്തിൽ പോയി വിമാനത്തിനുള്ളിൽ കയറി പ്രതിഷേധിച്ചു. തീർന്നോ? അതിന് മുഴുവൻ നരേറ്റീവ് തിരിഞ്ഞു. ആ നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കാലത്തെ അഡ്രസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്? നിങ്ങൾ റീത്ത് കൊണ്ടുവച്ച് പ്രതിഷേധിച്ചപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ PR വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ചില ആളുകളാണ്. കാരണം ഈ വിഷയം ഇത്രയും മൂർച്ചയോടുകൂടി ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കിയതും ഈ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള നാടകം തന്നെയല്ലേ? അല്ലാതെ എന്ത് പരിക്കാണ് മന്ത്രിക്ക് പറ്റിയത്? ഇങ്ങനെ കുറെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും. എവിടെന്ന്? ജില്ലാ ആശുപത്രിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ വേറൊന്ന്, നാളെ ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ വേറെ ഒന്ന് ഇറങ്ങും. എവിടെന്നായി മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുന്നത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ ചർച്ച നടക്കുമ്പോൾ മന്ത്രിയുടെ ഫോട്ടോ ഞാൻ മാധുവിന് അയച്ചു തരണോ? ഒരുപക്ഷെ പരസ്യമായി അത് പ്രദർശിപ്പിക്കുന്നതിൽ ചില മര്യാദ വെച്ച് പുലർത്തുകയാണ്. മന്ത്രി ചിരിച്ചുല്ലസിച്ച് ICUവിൽ നഴ്സുമാരുടെ ചിരിച്ച് സെൽഫി എടുക്കുന്ന ചിത്രം ഞാൻ മാധുവിന് അയച്ചു തരണമോ? ഇതാണോ പരിയാരം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായി പരിക്ക് പറ്റി കിടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ്? ഇതാണോ ഇവിടെ അരങ്ങേറുന്ന നാടകത്തിന്റെ നടക്കുന്ന പ്രവർത്തികൾ? തീർച്ചയായും. എന്താ സംശയം? മാധു അയച്ചൊന്ന് കാണിക്ക്. ഇതാ നഴ്സുമാരോടൊപ്പം ചിരിച്ചുല്ലസിച്ച് കഴുത്തിലൊരു ഈ പറഞ്ഞ നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചില ക്രമീകരണങ്ങളൊക്കെ വെച്ച് ആരോഗ്യമന്ത്രി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു തരാം. മാധു ഒന്ന് കാണിക്ക്. കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഉച്ചയ്ക്ക് പോയി ആരോഗ്യമന്ത്രി കഴുത്തിന് ചികിത്സ തേടിയിട്ടുണ്ട്, ഇതവർക്ക് നേരത്തെയുള്ള പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കഴുത്തിനു നേരത്തെ തന്നെ ബുദ്ധിമുട്ടുള്ള ആളാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെങ്കിൽ നേരിയ തോതിലുള്ള ബലപ്രയോഗവും സംഘർഷാവസ്ഥയും ഉണ്ടാകുമ്പോൾ അവർക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ഒരു കോമൺ സെൻസ് കാണിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ലക്ഷറി ഒന്നുമല്ല. ചർച്ചയാകാം. ഇതാണ് ആ ചിത്രം. ആരോഗ്യമന്ത്രി ആർത്തുല്ലസിക്കുന്ന ചിത്രം പ്രേക്ഷകരൊന്ന് ഫുൾ സ്ക്രീനിൽ കാണണം. അവരിപ്പോഴും ഉയർത്തിവെച്ച ആ കട്ടിലിൽ തലയിണയിൽ തലതാങ്ങിയിരിക്കുകയാണ്. അടുത്തു നിൽക്കുന്നവർ മുൻ ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യ പ്രവർത്തകരാണ് ചുറ്റും നിൽക്കുന്നത്. അവരോട് ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കേരളം ഞെട്ടുമെന്ന് കേട്ടോ. മുഹമ്മദ് ഷമാസിന്റെ ഈ പറയുന്ന അവകാശവാദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേരളം ഞെട്ടും എന്നുള്ളത്. ഒരു പാട്ടിട്ട് കാണിക്കാൻ കഴിയുന്ന ചിത്രം എന്നാണ് ഷമാസിനെ ഞാൻ കരുതിയത്. ഒരു ICUവിലെ പ്രോട്ടോകോൾ എന്താണെന്ന് ഒരു ആരോഗ്യമന്ത്രി ഞങ്ങൾ പഠിപ്പിക്കണം. പരിയാരം മെഡിക്കൽ കോളേജ് പോലെ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഈ പറഞ്ഞ എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും നിലനിൽക്കെ ICUവിന്റെ പ്രോട്ടോകോൾ എന്താണെന്ന് ഞങ്ങൾ പഠിപ്പിക്കണം. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും ഈ പറഞ്ഞ ജീവനക്കാരും ഈ എന്ത് ഉല്ലാസമാണ് അതിലുള്ളത്? അവർക്ക് ഇപ്പോഴും അവശതയുണ്ടെന്ന് അവരുടെ ചിത്രത്തിൽ നിന്ന് തന്നെ ബോധ്യമാണ്. ആരോഗ്യ പ്രവർത്തകർ അവരോട് ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുത്തു എന്നതിനപ്പുറത്ത് എന്ത് ഉല്ലാസമാണ് അതിൽ കാണാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയുടെ കണ്ണുനീര് മാധുവിന്റെ ന്യായീകരണം ഉൾപ്പെടെ ഇപ്പോഴും തത്സമയം കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്ന വീണ ജോർജിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇക്കാര്യത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കി, പരിയാരം മെഡിക്കൽ കോളേജിൽ ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം. MRI റിപ്പോർട്ട് പറയാൻ കഴുത്തിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകൾ രണ്ടിടങ്ങളിൽ നാഡീ മൂലാഗ്രങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് കടുത്ത വേദന എന്നതൊക്കെ പറഞ്ഞ് ഈ എഴുത്തൊക്കെ വായിച്ചു നോക്കിയാൽ ഗോവിന്ദൻ മാഷ് എഴുതി കൊടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ പോലെ തോന്നും. ഇങ്ങനെ കുറെ എഴുതി പടച്ചു വിട്ടിട്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന സമീപനം തന്നെയാണ്. പരിക്കേറ്റാൽ അവിടെ കൊണ്ടുവന്ന് സർട്ടിഫൈ ചെയ്യാൻ പറയാം. ഒരു ക്ലിനിക്കിന്റെ ആവശ്യമില്ലേ? മാധു പറയണ്ട. ഒരു പൊതുവായ മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരാവാൻ ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ഈ പറഞ്ഞ കോപ്രായ കാണിക്കുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരായിട്ട് ഈ പരിക്ക് പറ്റിയതിനെ കുറിച്ച് ഒരു എക്സാമിനേഷൻ ഒരു ഡിസ്കോ സോങ്ങിന്റെ അകമ്പടിയോടുകൂടി കാണിക്കാൻ കഴിയുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ ചിത്രം അങ്ങ് പറഞ്ഞ ന്യായത്തെ സാധൂകരിക്കുന്നതല്ല. എന്നോട് ക്ഷമിക്കണം. ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശരിയാണ്, ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമ സംവിധാനത്തെ ഒരു വിലയുമില്ലേ? ഇന്നലെ രാത്രി മുതൽ ഇങ്ങോട്ട് നടക്കുന്ന അക്രമ സംഭവങ്ങൾ എവിടെയാണ് ചെന്ന് നിൽക്കുക? നിങ്ങൾ നാട്ടിലെ എല്ലാ കോൺഗ്രസ് ഓഫീസും തല്ലിപ്പൊട്ടിച്ചേക്കാമെന്ന് നേർച്ച നേർന്നിറങ്ങിയിരിക്കുകയാണോ? ഞാൻ അതിലേക്ക് വരാം. ഏതായാലും ചിരിച്ചുല്ലസിക്കുന്ന ആ പടം റിപ്പോർട്ടർ ചാനൽ കാണിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുക.
കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കുക ഇത്ര ഐസിയുവിൽ കിടക്കുന്ന ആരോഗ്യമന്ത്രി ചിരിച്ചുല്ലസിക്കുന്നു. ഇവർ അതിനുശേഷം എത്ര തവണയാണ് അഭിനയം എന്ന് പറയുന്നത്? പഴയ മോണാക്ട് അവതാരിക എന്ന രൂപത്തിൽ കളിയാക്കി ചിത്രീകരിക്കുക. ഈ ചർച്ചയിൽ വരെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു അഭിനയം തുടരുന്നു. ഈ പരിക്കേറ്റ ആശുപത്രിയിലേക്ക് പോയതിനു ശേഷം ആ മെഡിക്കൽ ബുള്ളറ്റിനല്ലേ അദ്ദേഹത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള വിവരം നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, താങ്കൾ അത് കണ്ടു കാണാം. അതിലൊരു വാചകം ഞാൻ വായിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ വയനാട്ടിലെ നേതാവ് പ്രസംഗിച്ച വാചകം. ബ്യൂട്ടി പാർലറിൽ എന്തായാലും നിന്റെ മുഖത്തെ ലേശം വെളുപ്പൊക്കെ ഒന്ന് മാറ്റി മുഖത്ത് സ്കിന്നിൽ ലേശം വെയിലടിക്കുന്ന രീതിയിൽ നിന്നെ പുറത്തിറക്കാൻ യൂത്ത് കോൺഗ്രസുകാർ വഴിയിലുടനീളം കരിമുടിയുമായി ഉണ്ടാകുമെന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് മഹത്വജനങ്ങൾ. സ്ത്രീകളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക, മുതിർന്ന സ്ത്രീകളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക എന്നൊക്കെയുള്ള രാഷ്ട്രീയ ക്ലാസ്. ബ്യൂട്ടി പാർലർ ഇരിക്കുന്ന തമ്പുരാട്ടി നിന്റെ സ്കിൻ, ഞാൻ ബാക്കി ഇവിടെ കേട്ടു. ഒന്ന് ആലോചിക്കുക, ഇത് സിസ്റ്റത്തിനെതിരായിട്ടുള്ള സമരമാണോ? ആരോഗ്യ മേഖലയിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് എതിരായിട്ടുള്ള സമരമാണോ? അല്ല, ഇത് വ്യക്തി അധിഷ്ഠിതമാണ്. വ്യക്തിയാണ് ഇവിടെ പ്രശ്നം. ഇപ്പൊ പറഞ്ഞു 3 ടേമായി ഇടതുപക്ഷത്തിന്റെ ആരോഗ്യമന്ത്രിമാർ വനിതകളാണ്, ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ആ നേട്ടങ്ങൾ പഴയതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ ആശുപത്രിയും അതുപോലെ യാതൊരു സൗകര്യങ്ങളില്ലാതെ പാരസെറ്റമോൾ പോലും കിട്ടാതെ ചീഞ്ഞു നാറിയ ആശുപത്രി പരിസരമല്ല. ഇപ്പൊ 3 വലിയ കെട്ടിടങ്ങൾ, ഒന്ന് കോഴിക്കോട് അവയവദാനത്തിന് വേണ്ടി ലോകത്തൊരിടത്തുമില്ലാത്ത വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പണി ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം RCCയിലെ ഉദ്ഘാടനം ചെയ്ത കെട്ടിടം ലോകത്തൊരിടത്തുമില്ലാത്ത സൗകര്യം റീജിയണൽ ക്യാൻസർ സെന്ററിൽ. ഈ കൊച്ചിയിൽ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ റിസർച്ച് സെന്റർ. അങ്ങനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക്, നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് ആരോഗ്യ വകുപ്പ് കുതിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവരെ അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിൽ ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക, ആക്രമിക്കുക. ഇവിടെ സിസ്റ്റത്തിനെതിരല്ല, മറിച്ച് വ്യക്തി അധിഷ്ഠിതമായി കേന്ദ്രീകരിക്കുക. ഇത് ഓരോ ജില്ലയിലെയും പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. അതുകൊണ്ട് ഇവർ ഇനി ആക്രമണം തുടരും. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റവും സജീവമായി ആ നേട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം. അതിനുവേണ്ടി അക്രമ സംഭവത്തിന്റെ പാത എടുക്കുമ്പോൾ അങ്ങ് ഇരന്നു വാങ്ങി എന്ന് പറഞ്ഞ നേതാവ് ഉൾപ്പെടെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണുകയാണ്. ഞാൻ അങ്ങയോട് ചോദിച്ചത് അതാണ്. അങ്ങ് അതിലേക്ക് വരാമെന്ന് പറഞ്ഞു പോയി, പക്ഷെ പിന്നെ വന്നില്ല. അക്രമം ഇന്നലെ കാണിച്ചവർ അവർ മാത്രമാണോ? നിങ്ങൾ എന്താണ് അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് കാണിക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തെ വെല്ലുവിളിക്കല്ലേ ചെയ്യുന്നത്, ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ? ഇല്ല, ഞാൻ അത് പറഞ്ഞു. അക്രമം കൊണ്ടല്ല നേരിടേണ്ടത്, ജനാധിപത്യം കൊണ്ട് തന്നെയാണ്. ടെലിവിഷൻ ചാനലിൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന അതിനുശേഷം തുടർച്ചയായി ന്യായീകരിക്കുകയും ചെയ്ത് വീണ്ടും അവരെ അപകീർത്തിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ആധികാരികമായിട്ട് ഞാൻ പറയുന്നു, ഗുരുതരമായിട്ടുള്ള ആക്രമണമാണ്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് തന്നെയാണ് KSU മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണ യൂത്ത് കോൺഗ്രസും അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരും കൊടുക്കുകയാണ്. നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് മുഹമ്മദ് ഷമാസിനോട് ഞാൻ KSUവിനെ കുറിച്ച് ചോദിച്ചു. അത് മുഹമ്മദ് ഷമാസിനോടാണ് ചോദിക്കേണ്ടത്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് SFIയുടെ നേതൃത്വത്തിലും DYFIയുടെ നേതൃത്വത്തിലും ഉണ്ടാകുന്ന അക്രമ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അങ്ങ് അതിനെക്കുറിച്ച് സംസാരിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കൃത്യമായി ആക്രമണ രീതിയിലുള്ള പ്രതികരണം നടത്താൻ പാടില്ല, അത്തരത്തിൽ നടത്താൻ പാടില്ല എന്ന് ആധികാരികമായി ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ഇത് ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ച് കയറി ഗേറ്റ് തകർത്ത് പോലീസുകാരെ ആക്രമിച്ച് റീത്ത് വെക്കുന്നത് സാധാരണ എപ്പോഴാ? ഒരു മരണത്തിന് ശേഷമാണ്. അത് നടന്നിട്ടില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തുക, കൊല്ലുക, അതിനുവേണ്ടി ഇത്ര ക്രൂരമായിട്ടുള്ള ആക്രമണം. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ ലക്ഷ്യം മറ്റൊന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ചയാക്കരുത്. വികസന പ്രവർത്തനങ്ങളും ചർച്ചയാക്കരുത്. ഏത് വകുപ്പായാലും വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാക്കരുത്. ഇവർക്ക് വിവാദങ്ങളും ഇത്തരത്തിലുള്ള ആക്രമണവും ചർച്ച ചെയ്യണം. അതാണ് ഇവരുടെ ലക്ഷ്യം.